ചെറിയ വിഷമങ്ങളൊക്കെ തന്നിട്ട് ഇറങ്ങുന്ന കേക്കുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതേപോലൊരു കേക്കായിരുന്നു ഇത്. ഇതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരു ദിവസം എനിക്കൊരു കോള് വരികയാണ്. അപ്പോൾ കോള് വന്നിട്ട് ഒരു 2 ടയർ ഡോൾ കേക്ക് ഒരു പർപ്പിൾ കേക്കിൽ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു എനിക്കൊരു കോള് വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചെയ്യാമല്ലോ, കുഴപ്പമൊന്നുമില്ല, അത് ഫ്രഷ് ക്രീമിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വാട്സാപ്പിൽ അന്ന് വിളിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കോൾ ചെയ്തിട്ട് വാട്സാപ്പ് ചെയ്യുന്നത് കേട്ടോ. വാട്സാപ്പ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് മോഡൽസ് ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറേ മോഡൽസ് ഞാൻ സെൻഡ് ചെയ്ത്. അപ്പോൾ അതൊന്നും അല്ലാതെ കസ്റ്റമർ എനിക്കൊരു മോഡൽ ഇങ്ങോട്ട് ഇട്ട് തന്നു. എന്നിട്ട് ചോദിച്ചു അത് ചെയ്യാമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെയ്യാമല്ലോ, 2 kg ചെയ്യണം, ഓക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് തന്നിരുന്ന മോഡൽ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം, എന്നാൽ ഇത് ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച ആളാണ് പർപ്പിൾ ഷെയ്ഡാണ് എന്നുള്ളത് പുള്ളിക്കാരി എടുത്ത് പറയുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നതുകൊണ്ട് ഞാനിത് വിട്ടും പോയി കേട്ടോ. അപ്പം ഇത് ഞാൻ ഡെലിവറി ചെയ്തതിന് ശേഷം കസ്റ്റമർ ഉടനെ എന്നെ വിളിക്കുകയാണ്, എനിക്ക് ഈ കളറല്ല പറഞ്ഞ പർപ്പിൾ കളറാണ്. ഞാൻ ഒരു മഷിയിട്ട് നോക്കിയിട്ട് പോലും എനിക്ക് ആ ഒരു ഓർമ്മയില്ല കേട്ടോ. പിന്നെ പുള്ളിക്കാരി അന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അയ്യോ അതായിരുന്നല്ലേ ഇത് എന്നുള്ള രീതിയിൽ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് ഞാൻ തന്നെ ചാറ്റ് എടുത്ത് നോക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് പർപ്പിൾ എന്ന് പറയുന്നില്ല, ഒരു മോഡൽ ഇങ്ങോട്ട് തന്നിട്ട് ഇത് ചെയ്യാനായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഇതൊരു ഡിസ്റ്റൻറ്റ് ഡെലിവറിയാണ്, എന്തെങ്കിലും ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടോ. നമുക്ക് ഒരു നിവർത്തി ആ ഒരു ടൈമിൽ ഇല്ലായിരുന്നു, അവർക്ക് കട്ടിങ് ടൈം എത്തുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഷോപ്പിലുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർക്കും വിഷമമായി. അതേപോലെ അന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാഞ്ഞേ എന്നുള്ള രീതിയിൽ നമ്മളടുത്തും സംസാരിച്ചിട്ടാണ് ഞാൻ. അപ്പം എനിക്ക് ഒരു ദിവസം നമ്മളൊരു 10 കോൾ അറ്റൻഡ് ചെയ്യായിരിക്കും അല്ലേ, അതിലൊരു 5 എണ്ണോ ഒരു 4 എണ്ണോ കൺഫേം ആവും. ഈ 4 എണ്ണത്തിനും ചിലപ്പം മൾട്ടി ഷെയ്ഡ് കളേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് ഓർമ്മയിരിക്കത്തില്ല. അപ്പോൾ ഒരു 1-1.5 ആഴ്ചയ്ക്ക് മുന്നേ പറഞ്ഞിട്ട് നമ്മൾ ഫെബ്രുവരി 1 കൊടുക്കുന്ന കേക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അന്ന് ഓർമ്മയുണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഓർമ്മയും കാണത്തില്ല. നമ്മൾ കസ്റ്റമർ തരുന്ന റിക്വയർമെൻറ്റ്സ് എല്ലാം ഡയറിയിൽ എഴുതിയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊന്നും ഇത് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് വിഷമമായി പോയൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ആ ഒരു ആ ഒരു കളർ ഷെയ്ഡിലൊക്കെ ആയിരുന്നു ഉടുപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു മോഡലിൻ്റെ താഴെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്ത് തന്നിരുന്നെങ്കിൽ നമ്മൾ മാക്സിമം എങ്ങനെ പെർഫെക്റ്റ് ആക്കാവോ അങ്ങനെ നമ്മൾ ചെയ്തേനല്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിട്ടുള്ളൊരു കേക്കാണ്. എങ്കിൽ ശരി, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.